നമസ്തേ. നമ്മളിന്ന് നിഷ്പക്ഷനായ ബലരാമൻ എന്ന് പറയുന്ന അധ്യായമാണ് കേട്ടോ ചെയ്യുന്നത്. 21 ഭാഗം വരെ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ദൈർഘ്യമുള്ളൊരു അധ്യായമാണ് നോക്കിയത്. അപ്പോൾ അത് 3 വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടാണല്ലോ. അപ്പോൾ ഇത് നിഷ്പക്ഷനായ ബലരാമൻ. പരീക്ഷയ്ക്ക് അങ്ങനെ അധികം ചോദ്യം ഒന്നും വന്നിട്ടില്ലാത്ത ഒന്നാണ്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ചില വാചകങ്ങളുണ്ട്. അത് വെച്ചിട്ട് ടെക്സ്റ്റിനകത്തുനിന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയുള്ള വാചകം വെച്ചിട്ട് ചോദ്യം വരാം. അതുകൊണ്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. വായിക്കട്ടെ, കണ്ണാടി വെച്ചോട്ടെ. ഭാരതകഥയിലെ സർവ്വവ്യാപകവും സർവപ്രകാശകവുമായ ചിത്രം കൃഷ്ണനാണ്. നേരെ മറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ ബലരാമൻ. താൻ ബലവീര്യാദി ഗുണങ്ങൾ തികഞ്ഞവനായിട്ടും കൗരവ പാണ്ഡവരോട് ബന്ധമുള്ളവനായിട്ടും ഭീഷ്മദ്രോണാദികളെപ്പോലെ ഭാരതകഥയിൽ ഒരു പങ്കും വഹിക്കുന്നില്ല. തന്മൂലം ആ മഹാരഥന്മാരെപ്പോലെ ഒരു ഉജ്ജ്വല ചിത്രമായിട്ടുമില്ല. എങ്കിലും അർത്ഥവത്തു തന്നെയായ ആ ചിത്രത്തെ സൂക്ഷ്മദൃഷ്ടികൾ കാണാതെ പോകരുതെന്ന് കരുതി കവി പല മർമ്മസ്ഥാനങ്ങളിലും അദ്ദേഹത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രവേശനം ദ്രൗപദി സ്വയംവരാവസരത്തിലാണ്. അരക്കില്ലത്തിൽ വെന്തുപോയി എന്ന് കരുതപ്പെടുന്ന പാണ്ഡവർ ആ സ്വയംവര സദസ്സിൽ ബ്രാഹ്മണ വേഷം പൂണ്ടു വന്നിരിക്കുന്നു എന്ന് കൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. പതുക്കെ കണ്ടറിഞ്ഞ് ബലരാമൻ സന്തോഷിച്ചു. സ്വയംവരാനന്തരം ഭീമാർജുനന്മാരുടെ ബലവീര്യങ്ങൾ കണ്ട് അവർ തന്നെ എന്ന് ഉറപ്പു വന്നപ്പോൾ ഇങ്ങനെ പറയുകയും ചെയ്തു: എനിക്ക് സന്തോഷമായി. ഭാഗ്യവശാൽ നമ്മുടെ അച്ഛൻ പെങ്ങൾ കുന്തി കൗരവശ്രേഷ്ഠന്മാരോട് കൂടി രക്ഷപ്പെട്ടുവല്ലോ. അവർ കയർത്തു നിന്ന രാജസമൂഹത്തെ തോൽപ്പിച്ച് സ്വസങ്കേതമായ കുലാലഗൃഹത്തിലേക്ക് പോയപ്പോൾ കൃഷ്ണൻ രാമനോട് കൂടി അങ്ങോട്ട് ചെന്ന് കുന്തിയെയും യുധിഷ്ഠിരനെയും കണ്ട് ആചാരം അനുഷ്ഠിച്ചു. തങ്ങളെ എങ്ങനെ കണ്ടറിഞ്ഞു എന്ന് യുധിഷ്ഠിരൻ ചോദിച്ചതിന് കൃഷ്ണൻ മറുപടി പറഞ്ഞു: രാജാവേ, അഗ്നി മറഞ്ഞിരുന്നാലും അറിയപ്പെടുക തന്നെ ചെയ്യുമല്ലോ. ആ പരാക്രമം പാണ്ഡവർക്കല്ലാതെ മനുഷ്യരിൽ മറ്റാർക്കുണ്ട്? ഭാഗ്യവശാൽ നിങ്ങൾ അരക്കില്ല തീയിൽ നിന്ന് രക്ഷപ്പെട്ടു. പാപിയായ ദുര്യോധൻ്റെയും കൂട്ടരുടെയും ആഗ്രഹം സാധിച്ചില്ല. നിങ്ങൾക്ക് ധാർമ്മികമായ ഭദ്രം ഭവിക്കട്ടെ. വിറകിട്ട തീ പോലെ വളരുവിൻ. ഞങ്ങളുടെ കൂടാരത്തിലേക്ക് പോകട്ടെ. പിന്നീട് ദ്രൗപദി വിവാഹാനന്തരം ധൃതരാഷ്ട്ര വിതുരരെ അയച്ച് പാണ്ഡവരെ ഹസ്തിനപുരത്തിലേക്ക് വരുത്തി പകുതി രാജ്യം നൽകി ഖാണ്ഡവപ്രസ്ഥത്തിൽ വാഴിച്ച ഘട്ടത്തിൽ പാണ്ഡവരുടെ കൂടെ കൃഷ്ണനുമുണ്ടായിരുന്നു, രാമനുമുണ്ടായിരുന്നു. ഇവിടെയെല്ലാം ബലരാമൻ കൃഷ്ണൻ്റെ നിഴലെന്ന പോലെയേ ഉള്ളൂ. അദ്ദേഹം സർവത്ര മൂകപ്രായനാണ്. കൃഷ്ണൻ്റെ ആ പാണ്ഡവ പക്ഷപാതമൊന്നും അദ്ദേഹത്തിനില്ല. കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ആകട്ടെ ദ്രുപദൻ അന്ന് തന്നെ പറഞ്ഞ ആ വാക്ക് എന്നും പരമാർത്ഥമായിരുന്നു താനും. എന്താണെന്ന് വെച്ചാൽ കുന്തിയുടെയും ധർമ്മദേവൻ്റെയും പുത്രനായ യുധിഷ്ഠിരൻ തന്നെ അങ്ങനെ വിചാരപ്പെടുന്നില്ല. അത്രയ്ക്കുണ്ട് പുരുഷശ്രേഷ്ഠനായ കൃഷ്ണന് ഇവരുടെ ശ്രേയസിനെ പറ്റിയുള്ള വിചാരം. അതായത് നേരത്തെ തന്നെ ദ്രുപദൻ പറഞ്ഞിട്ടുണ്ട്, കുന്തിയുടെ പുത്രനായ ധർമ്മപുത്രർക്ക് പാണ്ഡവരെക്കുറിച്ച് ഇത്രയേറെ വിചാരമില്ല, അതിനേക്കാൾ വിചാരമുണ്ട് കൃഷ്ണന് അവരെക്കുറിച്ച് എന്നാണ്. പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥത്തിൽ പാർപ്പ് തുടങ്ങിയതിന് ശേഷമുണ്ടായ വനവാസകാലത്ത് അർജുനൻ പ്രഭാസ തീർത്ഥത്തിൽ വന്നു കണ്ട കൃഷ്ണനോടൊപ്പം ദ്വാരകയിൽ ചെന്ന് കുറേ നാൾ താമസിക്കുകയുണ്ടായി. ആയിടെ രൈവതക പർവ്വതത്തിൽ പ്രശ്നന്ധകന്മാർ നടത്താറുള്ള ഉത്സവം വന്നു. രൈവതകത്തിൽ വിധാനവും വിളക്കും കൊട്ടും പാട്ടും നൃത്തവുമെല്ലാം പൊടിപൊടിക്കുന്നു. നാടാകെ ഉത്സവമയം. ബലരാമപ്രഭൃതികളായ വൃഷ്ണിപ്രവീര്യന്മാർ മൂക്കറ്റം കുടിച്ച് സ്ത്രീകളോടും പാട്ടുകാരോടും കൂടി ചുറ്റിയടിച്ചു. കൃഷ്ണാർജുനന്മാരും അവിടെ രസിച്ചു നിന്നു. അതിനിടയിൽ സുന്ദരിയായ സുഭദ്ര അണിഞ്ഞ് സഖിമാരോടുകൂടി പോകുന്നത് അർജുനൻ സകാമനായി ഉറ്റുനോക്കുന്നു എന്ന് കണ്ട കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു: വനേജറിന് എന്തിനാണ് ഈ കാമവികാരം? ഇവൾ എൻ്റെ പെങ്ങളാണ്. വേൽക്കണമെന്നുണ്ടെങ്കിൽ അച്ഛനോട് പറയാം. വസുദേവൻ്റെ മകൾ, വാസുദേവൻ്റെ പെങ്ങൾ സുന്ദരിയും. ഇവൾ ആരെ മോഹിപ്പിക്കില്ല? ഇവൾ എൻ്റെ മഹിഷിയായാൽ എനിക്കെല്ലാം തികഞ്ഞു. എന്നാൽ അതിനെന്താണ് വഴി? സ്വയംവരമാണ് ക്ഷത്രിയർക്കുള്ള വിവാഹം. പക്ഷേ സ്വഭാവം അറിയാൻ പ്രമാണമില്ലാത്തതുകൊണ്ട് അതിലുറപ്പില്ല. സ്വയംവരം
ആണ് ശരിക്കും ക്ഷത്രിയന്മാർ ചെയ്യേണ്ടുന്നത്. പക്ഷേ സുഭദ്രയ്ക്ക് എന്താണ് ആഗ്രഹം എന്ന് അറിയില്ലല്ലോ. സ്വയംവരം നിശ്ചയിച്ചാൽ അർജുനനെ തന്നെ വേൽക്കണമെന്നുമില്ല. അതുകൊണ്ട് കയറിപ്പിടിക്കുന്നതും ക്ഷത്രിയർക്ക് കൊള്ളാം, താങ്കൾ അത് ചെയ്തോളൂ. അപ്പോൾ കൃഷ്ണൻ്റെ ഒത്താശയോടുകൂടി അർജുനൻ സുഭദ്രയെ കയറിപ്പിടിച്ച് തട്ടിക്കൊണ്ടുപോയി. അതാണ് ഈ ഗൂഢാലോചന ആളയച്ച് യുധിഷ്ഠിരനെ അറിയിച്ച് അനുവാദം വാങ്ങിയതിന് ശേഷം അടുത്ത ദിവസം സുഭദ്ര ദൈവതകത്തിലേക്ക് പോയപ്പോൾ അർജുനൻ ആയുധ സന്നാഹങ്ങളോടുകൂടി കൃഷ്ണൻ്റെ തേരിൽ നായാട്ടിനെന്ന ഭാവത്തിൽ പുറപ്പെട്ടു പോയി. തിരിച്ചു വന്നിരുന്ന സുഭദ്രയെ പിടിച്ചെടുത്ത് പറന്നു. അത് കണ്ട് സൈനികന്മാർ ദ്വാരകയിൽ പാഞ്ഞു വന്ന് സഭാപാലനെ വിവരമറിയിച്ചു. സൈന്യസന്നാഹത്തോടിനുള്ള പെരുമ്പറ കൊട്ടി. ഭോജവൃഷ്ണ്യന്തകന്മാർ തീനും കുടിയും വിട്ട് യുദ്ധത്തിന് വട്ടം കൂട്ടി. അത് കണ്ട് കൈലാസ ശിഖരത്തിനൊത്തവനും നീലവസ്ത്രനും വനമാലിയും മതമത്തനുമായ ബലരാമൻ പറഞ്ഞു, മുട്ടാളന്മാരെ, എന്താണ് ഈ കാട്ടുന്നത്? കൃഷ്ണൻ മിണ്ടാതിരിക്കെ അയാളുടെ ഭാവം അറിയാതെയാണോ നിങ്ങളുടെ ഈ ശുണ്ഠിയും പാഴലർച്ചയും? ഈ മഹാബുദ്ധിമാൻ തൻ്റെ അഭിപ്രായം പറയട്ടെ. അയാളുടെ ഇഷ്ടമെന്തോ അത് മടിയാതെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതായത് സുഭദ്രയെ പിടിച്ചുകൊണ്ട് പോയെന്നറിഞ്ഞപ്പോൾ കോപിഷ്ഠരായി തീർന്ന യാദവന്മാരെല്ലാവരും കൂടെ ഭയങ്കരമായ ഉന്മത്തരായി അർജുനെ ആക്രമിക്കാൻ തീരുമാനിച്ചു. അപ്പോഴ് പറയുകയാണ്, ഇയാളുടെ ഈ മഹാബുദ്ധിമാനായ കൃഷ്ണൻ്റെ ഭാവം എന്താണെന്ന് അറിഞ്ഞിട്ട് മതി നിങ്ങൾ എതിർക്കാൻ പോകുന്നത് എന്നാണ്. പടയാളികൾ അത് ശരിയാണ് എന്ന് പറഞ്ഞ് മിണ്ടാതിരിപ്പായി. കാമപാലൻ തുറന്നു, കൃഷ്ണ, നീ എന്താണ് തലയും താഴ്ത്തി മിഴിച്ചിരിക്കുന്നത്? നിന്നെ ചൊല്ലിയാണ് ഞങ്ങളൊക്കെ അർജുനനെ സൽക്കരിച്ചത്. കുലം കെടുത്തുന്ന ആ ദുർബുദ്ധി അത് അർഹിക്കുന്നില്ല. തറവാട്ടിൽ ആണായി ജനിച്ച ആരാനും ഉണ്ടയിടത്ത് തന്നെ പാത്രമിട്ട് ഉടയ്ക്കുമോ? ചാർച്ച വേണമെന്നുള്ളവൻ തെമ്മാടിത്തം കൊണ്ടാണോ അത് തുടങ്ങുക? അവൻ നമ്മളെയെല്ലാം വകവയ്ക്കാതെ സുഭദ്രയെ പിടിച്ചപ്പോൾ സ്വന്തം മൃത്യുവിനെയാണ് പിടിച്ചത്. അവൻ എൻ്റെ ഒത്ത നെറുകയിൽ ചവിട്ടിയെ ഞാൻ എങ്ങനെ പൊറുക്കും എന്ന് ഞാൻ ഒറ്റയ്ക്ക് ഭൂമിയിൽ കൗരവരെന്നില്ലാതെയാക്കും. മറ്റ് ഭോജ വൃഷ്ണ്യന്ധകന്മാർക്കും ഇതാണ് പക്ഷമെന്ന് കണ്ട കൃഷ്ണൻ പറഞ്ഞു, അർജുനൻ നീ ചെയ്തത് നമുക്ക് അപമാനമല്ല, വലിയ ബഹുമാനമാണ്. നമ്മൾക്ക് പെണ്ണിന് പണം വേണമെന്ന് അർജുനൻ വിചാരിക്കുന്നില്ല. സ്വയംവരം സുഗമമല്ലെന്നും കരുതുന്നു. പശുപ്രായമായ കൊടുത്തുവാങ്ങലിനെ ആരനുവദിക്കും? അതായത് അന്ന് സ്ത്രീയെ വേൽക്കണം എന്നുണ്ടെങ്കിൽ സ്ഥലം കൊടുക്കണമല്ലോ. കന്യാബന്ധുക്കൾക്ക് ശുൽക്കം കൊടുത്ത് വേലി കഴിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നതിനെയാണ് കുറിക്കുന്നത്. അതൊന്നും അർജുനൻ വിചാരിക്കുന്നില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ടെല്ലാമാണ് അയാൾ പിടിച്ചുകൊണ്ട് പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ധർമ്മവുമാണ്. നമുക്കാകട്ടെ ഭാരതവംശത്തോടുള്ള ചാർച്ച അനുചിതമല്ല. അർജുനെ പരാക്രമം കൊണ്ട് ജയിക്കാൻ പോകുന്ന ഒരാളെ ദേവന്മാർക്കിടയിൽ പോലും ഞാൻ കാണുന്നില്ല. അയാളെ പിന്തുടർന്ന് ചെന്ന് നല്ല വാക്ക് പറഞ്ഞ് സന്തോഷിപ്പിച്ച് മടക്കി വിളിക്കുകയാണ് ഭംഗി എന്നാണ് എൻ്റെ ദൃഢാഭിപ്രായം. യുദ്ധത്തിൽ ചെന്ന് നമ്മളെ പാണ്ഡവർ ജയിച്ചു പോവുകയാണെങ്കിൽ നിങ്ങളുടെ യശസ് തുലയും. സാന്ത്വം പ്രയോഗിച്ചാൽ തോന്മയില്ല. തോക്കട്ടല്ലോ, നമ്മൾ സ്വന്തക്കാരാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പൊരുത്തം വന്നു കഴിഞ്ഞാൽ നമുക്ക് തോൽവി അറിയണ്ട എന്ന് പറയാണ്. കൃഷ്ണൻ്റെ അഭിപ്രായ പ്രകാരം നടന്നു. അർജുനൻ മടങ്ങി വന്ന് വിവാഹവിധി നടത്തി അവിടെ 1 കൊല്ലത്തോളം താമസിച്ചു. അനന്തരം അദ്ദേഹം സപത്നീകനായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയ ശേഷം രാമകൃഷ്ണാദികൾ ശ്രീധനവും കൊണ്ട് അങ്ങോട്ട് ചെന്നു. ഇവിടെ ബലരാമന് സഹോദരീഹരണമായ പരാഭാവത്തിലുണ്ടായ അമർഷം അത് കൃഷ്ണൻ്റെ ഗൂഢാനുമതിയോടുകൂടി ചെയ്തതാവുമെന്ന ഊഹം കൊണ്ട് ദുസ്സഹതരമായിട്ടുണ്ട്. എങ്കിലും അതിനെ നേരെ അങ്ങ് പ്രകടിപ്പിക്കാൻ കഴിവില്ലാത്തതിനാൽ അതാദ്യം പടയാളികളുടെ നേർക്കുള്ള ശകാരമായിട്ടാണ് നിഷ്ക്രമിച്ചത്. കൃഷ്ണൻ്റെ ഉറച്ച മറുപടി കേട്ടതോടുകൂടി മഴ പോലെ വന്ന അമർഷം മഞ്ഞനോളം ഇല്ലാതാവുകയും ചെയ്തു. ചുരുക്കത്തിൽ കൃഷ്ണനെതിരായി വല്ലതുമൊന്ന് ചെയ്യുന്നതിൽ താൻ കേവലം അശക്തനാണ്. ഇത് വഴിയെ താൻ വ്യക്തമാക്കുന്നുണ്ട്. നിന്നെ ചൊല്ലിയാണ് ഞങ്ങളൊക്കെ അർജുനനെ സൽക്കരിച്ചത് എന്ന തൻ്റെ പ്രസ്താവം ക്രോധം കൊണ്ട് കുറെ കടത്തിപ്പറഞ്ഞതാണെങ്കിലും തനിക്ക് പാണ്ഡവരോട് കൃഷ്ണനുള്ള മാതിരി ഒരു പക്ഷപാതവുമില്ലെന്ന് തികച്ചും സൂചിപ്പിക്കുന്നു. അതായത് ഞാൻ അർജുനനെ സൽക്കരിച്ചത് നിന്നെ കരുതിയിട്ടാണ് ഞങ്ങൾ അർജുനനെ സൽക്കരിച്ചത് നിന്നെ കരുതിയിട്ടാണ് എന്ന് പറയുമ്പോൾ അവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്ക് പാണ്ഡവരെ കരുതിയിട്ട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല, നിന്നെ മാത്രം കരുതിയിട്ടാണ് ഞങ്ങൾ അർജുനനെ സൽക്കരിച്ചത് എന്നാണല്ലോ പറയുന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എനിക്ക് പക്ഷപാതമൊന്നുമില്ല അവരോട് എന്നാണ്. പാണ്ഡവന്മാർ വനവാസാന്ത്യത്തിൽ ഇന്ത്യ നീളെ തീർത്ഥയാത്ര ചെയ്തുകൊണ്ട് പ്രഭാസ തീർത്ഥത്തിൽ ചെന്നെത്തി. യാത്ര കൊണ്ടും തീർത്ഥസ്ഥാനത്തിലെ വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ടും ചടച്ചിരുന്ന അവർ അവിടെ 12 ദിവസം ജലവായു മാത്രാഹാരരായി തപസ്സനുഷ്ഠിച്ചു.
വിവരം കേട്ട് രാമകൃഷ്ണന്മാരും സാത്വികി മുതലായ വൃഷ്ണിപ്രമുഖന്മാരും അവരെ വന്ന് കണ്ടു. ഉപചാര സൽക്കാരങ്ങൾക്ക് ശേഷം എല്ലാവരും യുധിഷ്ഠിരനെ ചൂഴ്ന്നിരുന്നു. യാദവരെല്ലാവരും കൂടെ യുധിഷ്ഠിരനെ ചുറ്റും ഇരിക്കുകയാണ്. പാണ്ഡവന്മാരുടെയും പാഞ്ചാലിയുടെയും ദയനീയ അവസ്ഥ കണ്ട് യാദവന്മാർ കരഞ്ഞുപോയി. കൂട്ടത്തിൽ ബലരാമൻ പറഞ്ഞു, കൃഷ്ണ, ധർമ്മം ആചരിച്ചിട്ട് ഗുണമില്ല, അധർമ്മം ആചരിച്ചുകൊണ്ട് ദോഷവുമില്ല. മഹാത്മാവായ യുധിഷ്ഠിരനിതാ കാട്ടിൽ മരവുരി ചുറ്റി ജഡ പിടിച്ച് കിടന്ന് കഷ്ടപ്പെടുന്നു. ദുര്യോധനൻ ഭൂമി ഭരിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടാൽ മനുഷ്യർ വിചാരിക്കും ധർമ്മത്തെക്കാൾ അധർമ്മം ചെയ്യുകയാണ് ഭേദമെന്ന്. ബലരാമൻ പറയുകയാണേ, ഇത്രയും ധർമ്മിഷ്ഠനായ ധർമ്മപുത്ര ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, ദുര്യോധനൻ ഭൂമി ഭരിക്കുന്നു. ആ ഭീഷ്മ, കൃപ, ദ്രോണാദികളും ധൃതരാഷ്ട്രം അവരെ അകറ്റിവിട്ട് സുഖിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? കുരുപ്രധാനർ പാപബുദ്ധികളായി കെട്ടുപോയി. പാപിയായ ധൃതരാഷ്ട്ര പരലോകത്ത് ചെന്ന പിതൃക്കളോട് താൻ മക്കളോട് നല്ല നിലയിൽ പെരുമാറിയെന്ന് പറയുമോ? താൻ മുമ്പ് എന്ത് ചെയ്തുകൊണ്ടാണ് ഭൂമിയിൽ അന്ധനായി ജനിച്ചതെന്ന് അദ്ദേഹം ആലോചിച്ച് നോക്കിയിട്ടേയില്ല. പാണ്ഡവന്മാർ തടിച്ച തോളും വിടർന്നു തൊടുത്ത കണ്ണുകളും ഉള്ളവരാണെന്ന് അദ്ദേഹം കേട്ടറിഞ്ഞിട്ടില്ല. തീർച്ച, അല്ലെങ്കിൽ അദ്ദേഹം അവരെ കാട്ടിലേക്ക് അയക്കില്ലായിരുന്നു. പെരുത്ത ശത്രു സൈന്യത്തെ ആയുധമില്ലാതെ നീണ്ട കൈകൊണ്ട് കൊല്ലാൻ മതിയായ ഈ ഭീമൻ ഈ വനവാസ കഷ്ടം കഴിഞ്ഞാൽ ശത്രുക്കളെ ബാക്കി വയ്ക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 4 ദിക്കും പറയുന്നുണ്ടോ? എങ്ങനെയാണ് പറയുന്നത്? പെരുത്ത ശത്രു സൈന്യത്തെ ആയുധമില്ലാതെ നീണ്ട കൈകൊണ്ട് കൊല്ലാൻ മതിയായ ഈ ഭീമൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ബലരാമൻ ഭീമനെ. ഈ വനവാസ കഷ്ടം കഴിഞ്ഞാൽ ശത്രുക്കളെ ബാക്കി വയ്ക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 4 ദിക്കും ജയിച്ച യുധിഷ്ഠിരാനുജന്മാർ എന്ത് നിലയിലായിപ്പോയി. അതുപോലെ രാജപുത്രിയായ ഈ ദ്രൗപദിയും ഈ ധർമ്മജ്ഞനും മറ്റും തോറ്റ് നാടുകടത്തപ്പെടുകയും ദുര്യോധനൻ മുതിരിക്കുകയും ചെയ്തിട്ടും ഭൂമി പർവ്വതങ്ങളോടുകൂടി താണുപോകുന്നില്ലല്ലോ. അതാണ്, ഭൂമി ഇല്ലാതാകുന്നില്ലല്ലോ ഈ വലിയ ദുഷ്ടത്തരങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടും എന്നാണ് ബലരാമൻ ഖേദിക്കുന്നത് ഈ അവസ്ഥയിൽ. ഇത് കേട്ട് സാത്വികി ക്ഷോഭിച്ചു പറഞ്ഞു, പാണ്ഡവ ബന്ധുക്കളായി നാം ഇങ്ങനെ വിലപിക്കുകയല്ല വേണ്ടതെന്നും അവർക്ക് വേണ്ടി അവരുടെ അഭിപ്രായം തേടാതെ ചെന്ന് കൗരവരെ കൊന്നൊടുക്കിയാണ് ബന്ധുധർമ്മമെന്നും നമുക്കതിന് ത്രാണിയുണ്ടെന്നും യുധിഷ്ഠിരൻ വനവാസം കഴിഞ്ഞ് വരുന്നത് വരെ അദ്ദേഹത്തിൻ്റെ പേരിൽ അഭിമന്യു നാടുവാഴട്ടെ എന്നും മറ്റും. ക്ഷുബ്ധനായ സാത്വികിയെ കൃഷ്ണൻ പാണ്ഡവർ സ്വന്തം കൈകൊണ്ട് നേടാത്ത ഭൂമി ഇച്ഛിക്കില്ലെന്നും തക്ക സമയത്ത് നമുക്കവരെ സഹായിക്കാമെന്നും മറ്റും പറഞ്ഞ് ആശ്വസിപ്പിച്ചു. യുധിഷ്ഠിരൻ അതിനെ ശരിവെച്ചു. ഈ ബന്ധുക്കൾ അന്യോന്യം വിടവാങ്ങി അഭിവാദ്യം ചെയ്ത് പിരിഞ്ഞു. ഇവിടെ ബലരാമന് പാണ്ഡവരോട് പക്ഷപാതം ഉണ്ടായതുകൊണ്ടല്ല, അവരുടെ ദയനീയാവസ്ഥ കണ്ടപ്പോൾ ശുദ്ധാത്മാവിൻ്റെ ഹൃദയം അലിഞ്ഞു പോയതുകൊണ്ടാണ് പെട്ടെന്ന് കൗരവരുടെ നേർക്ക് അതിന് മുമ്പോ പിമ്പോ തോന്നിയിട്ടില്ലാത്തൊരു വിരോധമുണ്ടായത്. അത് ബലരാമൻ പാണ്ഡവരോട് പ്രത്യേകിച്ച് പക്ഷപാതമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ അവരുടെ ഒരു ദയനീയ അവസ്ഥ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ധർമ്മപുത്രരും ദ്രൗപദിയും ഭീമനും ഒക്കെ അനുഭവിക്കുന്ന ഈ കഷ്ടത കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ദേഷ്യം വന്നത് എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് കൗരവരുടെ നേർക്ക് അതിന് മുമ്പോ പിമ്പോ തോന്നിയിട്ടില്ലാത്തൊരു ദേഷ്യം തോന്നുകയും അത് ശക്തിയുള്ള വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ ഈ അമർഷത്തിനൊത്തവണ്ണം താൻ വല്ലതും പ്രവർത്തിക്കേണ്ടതാണെന്ന ഭാവം ആ വാക്കുകളിലെങ്ങുമില്ല. ഇതിനു വേണ്ടിയിട്ട് താൻ എന്തെങ്കിലും അധ്വാനിക്കണമെന്നുള്ള ചിന്തയൊന്നും ബലരാമനില്ല. ഈ അഭിപ്രായം പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ കർമ്മ വൈമുഖ്യത്തെയാണ് സാത്വികി തൻ്റെ ക്ഷോഭത്തിലൂടെ എടുത്തു കാട്ടി. അപ്പോൾ സാത്വികി പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്, നമ്മൾ പോയി കൗരവരെ ആക്രമിച്ചിട്ട് ഇവർക്ക് അവരുടെ രാജ്യം നേടിക്കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നതിൽ നിന്നും ഇങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്ന് സാത്വികി ഓർമ്മിപ്പിക്കുകയാണ് ബലരാമനെ. ആ ദേഷ്യം പ്രകടിപ്പിക്കുകയാണ്. അജ്ഞാതവാസത്തിൻ്റെ ഒടുവിൽ വിരാട നഗരിയിൽ ഒത്തുചേർന്ന പാണ്ഡവ ബന്ധുക്കൾ മേലിൽ ചെയ്യേണ്ടതിനെപ്പറ്റി ആലോചിപ്പാൻ കൂടിയ സദസ്സിൽ വെച്ച് കൃഷ്ണൻ ആദ്യമായി കഴിഞ്ഞ കഥയെല്ലാം വിവരിച്ചതിന് ശേഷം പാണ്ഡവരിപ്പോൾ കരാർ നിറവേറ്റിക്കഴിഞ്ഞ സ്ഥിതിയിൽ കൗരവർ ഇനി എന്ത് ചെയ്യുവാൻ വിചാരിക്കുന്നു എന്നറിയാതെ നമുക്കൊന്നും ചെയ്തുകൂടായികയാൽ ധർമ്മശീലനും ശുചിയും കുലീനനും അപ്രമാദിയും സമർത്ഥനുമായ ഒരാളെ ഹസ്തിനപുരത്തിലേക്ക് ദൂതനയക്കുകയാണ് വേണ്ടത് എന്നുപന്യസിച്ചു. ധർമ്മയുക്തവും മധുരവും സമവുമായിരുന്ന ആ ഭാഷണത്തിന് ശേഷം ബലരാമനാണ് സംസാരിച്ചത്. കൃഷ്ണൻ്റെ അഭിപ്രായത്തോട് അദ്ദേഹത്തിന് വിസംവാദമില്ല. ദൂത് പോകുന്ന ആൾ ചെയ്യേണ്ടത് എന്തെന്ന് വിസ്തരിക്കുകയാണ് താൻ ചെയ്തത്.
അയാൾ ഭീഷ്മരെയും ധൃതരാഷ്ട്രരെയും ദ്രോണരെയും അശ്വത്ഥാമാവിനെയും വിതുരരെയും കൃപരെയും ശകുനിയെയും കർണനെയും നൂറ്റുവരെയും സേനാധിപതിമാരെയും നഗരപ്രധാനന്മാരെയും ക്ഷണിച്ച് എല്ലാവരുമായുള്ള സദസ്സിൽ വെച്ച് നമസ്കാരപൂർവ്വം യുധിഷ്ഠിരൻ്റെ കാര്യം പറയണം. കാരണം ഏത് വിധത്തിലും കൗരവർ കൗടില്യം പ്രയോഗിച്ചിട്ടില്ല. ബലം കൊണ്ട് തന്നെയാണ് അവർ രാജ്യം നേടിയത്. യുധിഷ്ഠിരന് ദ്യൂതഭ്രാന്ത് പിടിപെട്ടത് കൊണ്ടാണ് രാജ്യം പോയത്. ചൂത് കളിച്ചിട്ടാണല്ലോ പോയത്. അതാണ്. സുഹൃത്തുക്കളെല്ലാം കുരുശ്രേഷ്ഠന്മാരും സുഹൃത്തുക്കളും തടഞ്ഞിട്ടും കളി അറിയാതെ ചൂതിൽ മിടുക്കനായ ശകുനിയെ വിളിക്കുകയാണല്ലോ അദ്ദേഹം ചെയ്തത്. അവിടെ വളരെ കളിക്കാരുണ്ട്. അവരെ യുധിഷ്ഠിരനെ ജയിക്കുകയും ചെയ്യാം. അവരെയൊക്കെ വിട്ട് ശകുനിയെ തന്നെ വിളിച്ചു. അതാണ് യുധിഷ്ഠിരൻ ചെയ്ത തെറ്റ്. ഏറ്റവും കള്ളച്ചൂത് കളിക്കാൻ വിദഗ്ധനായ ശകുനിയാണ് തൻ്റെ എതിരാളിയായിട്ട് യുധിഷ്ഠിരൻ തിരഞ്ഞെടുത്തത്. അതാണ് അദ്ദേഹത്തിൻ്റെ കഷ്ടത എന്ന് പറഞ്ഞു. തോൽക്കുകയും ചെയ്തു. ഇതിൽ ശകുനിയെ കുറ്റപ്പെടുത്താനൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ദൂതൻ പ്രണാമപൂർവ്വം ധൃതരാഷ്ട്രോട് നല്ല വാക്കിൽ സംസാരിക്കണം. അങ്ങനെ ആയാലേ അയാൾക്ക് ദുര്യോധനെ സ്വന്തം കാര്യത്തോട് അടുപ്പിക്കാൻ സാധിക്കും. ഇത് കേട്ട് സാത്വികി ചാടി എഴുന്നേറ്റു. യുധിഷ്ഠിരനെ ദോഷാരോപണം ചെയ്തത് ബലരാമനെ ഒരു പരപ്പ് അധിക്ഷേപിച്ചു. യുധിഷ്ഠിരൻ്റെ ചൂതുകളി ഭ്രാന്ത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ബലരാമൻ പറഞ്ഞല്ലോ. അതിന് സാത്വികിക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു. സാത്വികി അത്യധികമായി ദേഷ്യപ്പെട്ടുകൊണ്ട് കുറേ ചീത്ത പറഞ്ഞു. ബലരാമനെ കുറച്ച് അധികം ചീത്ത പറഞ്ഞു. പിന്നെ ദൂത് പോകുന്ന ആൾ ഒരിക്കലും പ്രണാമപൂർവ്വം യാചിക്കരുതെന്ന് സാത്വികി പറഞ്ഞു, തീർത്തും പറഞ്ഞു. ഒടുവിൽ ദ്രുപദൻ എഴുന്നേറ്റു. തൻ്റെ പുരോഹിതനായ ബ്രാഹ്മണനെ ദൂതിന് വിട്ടയക്കാമെന്നും മറ്റും പറഞ്ഞു. സദസ്സ് പിരിഞ്ഞു. മുമ്പ് പ്രഭാസ തീർത്ഥത്തിൽ വെച്ച ആ പറഞ്ഞ ബലരാമനാണ്, അവരുടെ കഷ്ടപ്പാട് കണ്ട് പറഞ്ഞ ബലരാമനുണ്ടല്ലോ, ഇപ്പോൾ വിരാട സദസ്സിൽ വെച്ച് ഇപ്പറഞ്ഞതെന്ന് തോന്നുന്നില്ല. ഈ തലകീഴ് മറിവിന് കാരണം മറ്റൊന്നുമല്ല. ഇന്ന് പാണ്ഡവർ അന്നത്തെ പോലെ കാണുന്നവരുടെ കരൾ അലിയിക്കത്തക്ക ദയനീയാവസ്ഥയിലല്ല ഇപ്പോൾ. അന്ന് അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അതാണ്. ഒരു രാജകുലത്തിൽ ബന്ധുമിത്ര സമേതരായി ഉത്സാഹപൂർവ്വം ഒരു വിവാഹമംഗളം കൊണ്ടാടി സുഖിച്ചിരിക്കുകയാണ്. ആ സ്ഥിതിയിൽ ബലരാമൻ്റെ സ്വരം മറ്റൊരു വിധമായതിൻ്റെ രഹസ്യം താൻ തന്നെ അന്യത്ര വ്യക്തമാക്കുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞ് അഭിമന്യുവിൻ്റെ വിവാഹാവസരത്തിലാണ് ഈ ചർച്ചയൊക്കെ നടക്കുന്നത്. അതാണ്. 2 ദിവസം കഴിഞ്ഞ് യുദ്ധത്തിൽ സഹായം അഭ്യർത്ഥിക്കാനായി ദ്വാരകയിൽ ചെന്ന ദുര്യോധനോട് അദ്ദേഹം പറയുകയാണ്, ഞാൻ വിരാട നഗരത്തിൽ വെച്ച് വിവാഹാവസരത്തിൽ നിനക്ക് വേണ്ടി കൃഷ്ണനോട് മറുത്തു പറഞ്ഞു എന്ന് നീ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്ക് 2 പക്ഷത്തോടും ചാർജ ഒരുപോലെയാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞതൊന്നും കൃഷ്ണൻ കേട്ടില്ല. എനിക്ക് കൃഷ്ണനെ വിട്ടു നിൽക്കാനും ആവില്ല. അതുകൊണ്ട് ഞാൻ പാണ്ഡവരെയും സഹായിക്കില്ല, ദുര്യോധനെയുമില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അതായത് അഭിമന്യുവിൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ നമ്മൾ നേരത്തെ ഒരു അധ്യായത്തിൽ കണ്ടല്ലോ, ഇവരെ ഭഗവത് ദൂത് എന്ന് പറയുന്ന അധ്യായത്തിൽ ഇവർ ദൂത് പറയാൻ വേണ്ടിയിട്ട് ചർച്ച ഇവരെ യുദ്ധമാണെന്ന് തീരുമാനിച്ചിട്ട് സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ചെല്ലുമ്പോൾ പറയുകയാണ്, ഞാൻ 2 കൂട്ടരെ സഹായിക്കാൻ പോകുന്നില്ല, എനിക്ക് 2 കൂട്ടരും ഒരുപോലെയാണ്, കൃഷ്ണനെ ഞാൻ വിട്ടു നിൽക്കുകയില്ല എന്ന് പറയുകയാണ്. വാസ്തവത്തിൽ കൃഷ്ണൻ വിരാട സദസ്സിൽ പക്ഷപാതമായി ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സമമായ വാക്ക് ബലരാമൻ ദുര്യോധന സ്നേഹത്തോട് ചായ്വുള്ളതായിരുന്നില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ തന്നെയാണല്ലോ ആളുകൾ എന്നും അന്യനിൽ പക്ഷപാത കുറ്റം ചുമത്താറ്. എന്തായാലും വരാനിരിക്കുന്ന കലഹം കൂടാതെ കഴിക്കുന്നതിൽ നിഷ്പക്ഷനായ തനിക്ക് വല്ലതും ചെയ്യുവാൻ പറ്റുമോ എന്ന് അദ്ദേഹം ഒരു നിമിഷവും ആലോചിച്ചില്ല. കർമ്മത്തെപ്പറ്റി ഒരു ചിന്തയും തനിക്കില്ല. പ്രവൃത്തിയെക്കുറിച്ച് യാതൊരു ചിന്തയും ബലരാമനില്ല. ബലരാമൻ ഇങ്ങനെ പറയുകയുള്ളൂ, പറച്ചിലുകൾ മാത്രമേ ഉള്ളൂ. ദ്രുപദ പുരോഹിതൻ്റെയും ഭഗവാൻ കൃഷ്ണൻ്റെ പോലും സന്ധി ദൗത്യങ്ങൾ നടന്നതൊന്നും ഫലിക്കാതെ യുദ്ധം തുടങ്ങുക എന്ന ഘട്ടമായി. സൈന്യങ്ങളൊക്കെ ഒരുങ്ങി. ഇരുപക്ഷത്തിലും സേനാധിപതിമാരുടെ അഭിഷേകവും കഴിഞ്ഞു. ആ സമയത്ത് ബലരാമൻ അക്രൂര ഗത സാമ്പാദി വൃഷ്ണിമുഖ്യന്മാരോട് ഉപപ്ലാവ്യത്തിൽ യുധിഷ്ഠിരൻ്റെ അടുത്ത് വന്നു. കൈലാസ ശിഖരാകാരനായി നീലകൗശേയവസനനായി മതം കൊണ്ട് കടക്കണ്ണ് ചെങ്ങിയ അദ്ദേഹത്തെ കൊണ്ട് കൈലാസ ശിഖരാകാരനായി വലിയ ഭീമമായ ആകാരത്തോടു കൂടി നീലകൗശേയവസന്നനായി വസ്ത്രം മതം കൊണ്ട് കടക്കണ്ണ് ചെങ്ങിയ അദ്ദേഹത്തെ കുടിച്ചു മതോന്മത്തനായാണ് അദ്ദേഹത്തെ കണ്ട് എല്ലാവരും എഴുന്നേറ്റ് പൂജിച്ചു. ഭയാനകമായ അല്ലെങ്കിൽ ഗംഭീരമായ ഭാവം. അതാണ്. ഹലായുധൻ വൃദ്ധരായ വിരാട ദ്രുപദന്മാരെ അഭിവാദ്യം ചെയ്ത് യുധിഷ്ഠിരൻ്റെ കൂടെ ഇരുന്ന് കൃഷ്ണനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് കൊടിയൊരു മനുഷ്യനാശമായി തീരാനാണ് പോകുന്നത്.
തീർച്ചയായും ഇത് വിധിയാണ്. ഇത് കവച്ചു കടക്കാവുന്നതല്ല. നിങ്ങൾ ഈ യുദ്ധത്തിൽ സുഹൃജ്ജനങ്ങളോടുകൂടി കരകയറി പരിക്ക് പറ്റാതെ രോഗമില്ലാതിരിക്കുന്നത് കാണുവാൻ എനിക്കിടയാകുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാലമെത്തിയ ഭൂമിയിലെ ക്ഷത്രിയരെയൊക്കെ ഒത്തുകൂടിയിരിക്കുന്നു. മാംസരക്തങ്ങൾ കൊണ്ട് ചെളികെട്ടിയ ഒരു പെരുങ്കലാപമാണ് വരാനിരിക്കുന്നത്. ഞാൻ കൃഷ്ണനോട് പലപ്പോഴും പറയുകയുണ്ടായിട്ടുണ്ട്, സ്വജനങ്ങളോട് തുല്യമായി പെരുമാറൂ എന്ന്. പാണ്ഡവരെ പോലെ തന്നെയാണ് നമുക്ക് ദുര്യോധനും. അയാൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കൂ എന്ന്. താങ്കൾക്ക് വേണ്ടി കൃഷ്ണൻ എൻ്റെ വാക്ക് കേട്ടില്ല. സർവഭാവവും നിങ്ങളിലും അർജുനിലുമായതുകൊണ്ട് തീർച്ചയായും പാണ്ഡവർക്കാണ് ജയമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൃഷ്ണന് അത്രമേൽ അഭിനിവേശമുണ്ട്. എനിക്ക് കൃഷ്ണനില്ലാതെ ഈ ലോകം കാണാൻ വയ്യ. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നുവോ അത് ഞാൻ അനുസരിക്കുന്നു. എനിക്ക് ഗദായുധ വിദഗ്ധരായ 2 ശിഷ്യന്മാരാണുള്ളത്, ഭീമനും ദുര്യോധനും. അവരിൽ എനിക്കൊപ്പമാണ് സ്നേഹവും. അതുകൊണ്ട് ഞാൻ സരസ്വതി തീർത്ഥങ്ങളെ സേവിക്കാൻ പോവുകയാണ്. കൗരവന്മാർ മുടിയുന്നത് കണ്ട് മിണ്ടാതിരിപ്പാൻ ഞാൻ ആളല്ല. അപ്പോൾ ബലരാമന് കൃത്യമായിട്ടറിയാം യുദ്ധത്തിൻ്റെ അനന്തരഫലം കൗരവനാശമാണെന്ന്. അത് കണ്ട് മിണ്ടാതിരിപ്പാൻ താൻ ആളല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവാണ്. ഇത്രയും പറഞ്ഞ മഹാബാഹു പാണ്ഡവരോട് വിടവാങ്ങി അനുചരന്മാരോടുകൂടി തീർത്ഥയാത്ര പോയി. പിന്തുടർന്ന് ചെന്ന കൃഷ്ണനെ തിരിച്ചയച്ചു. യുദ്ധത്തിൻ്റെ സമയത്ത് അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക് പോയി. വ്യസനം തോന്നിക്കുന്ന ഒരു ഘട്ടം. എങ്കിലും ഇവിടെയും കൃഷ്ണനിൽ ആരോപിക്കപ്പെട്ട പക്ഷപാത കുറ്റം ന്യായമല്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. കൃഷ്ണൻ തൻ്റെ വീരമേറിയ നാരായണപ്പടയെ കൗരവപക്ഷത്തിന് വിട്ടുകൊടുത്ത് താൻ ഒരാൾ നിരായുധനായി പാണ്ഡവപക്ഷത്തിൽ ചേരുകയാണല്ലോ ഉണ്ടായത്. ഭഗവത്ഗീത എന്ന് പറയുന്ന അധ്യായത്തിൽ അവരെ തമ്മിലിണക്കാൻ ബന്ധുക്കൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാതെയും ഇരുന്നില്ല. ഇതൊന്നും ചെയ്യാതെ ഇവരിൽ ആരെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുക എന്ന ജ്ഞാതിധർമ്മത്തിൽ നിന്നും വീരധർമ്മത്തിൽ നിന്നും നിശേഷം ഒഴിഞ്ഞു നിൽക്കുന്ന ബലരാമൻ ആ കൃഷ്ണനെ കുറ്റപ്പെടുത്തുന്നു. ശരി, ഇത്തരം അകർമ്മണ്യരാണല്ലോ കർമ്മം ചെയ്യുന്നവരിൽ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ പ്രവീണരായി കാണാറുള്ളത്. കേട്ടോ, ആ സെൻറ്റൻസ് ചോദിക്കാം. ശരി, ഇത്തരം അകർമ്മണ്യരാണല്ലോ കർമ്മം ചെയ്യുന്നവരിൽ കുറ്റവും കുറവും കണ്ടുപിടിപ്പാൻ പ്രവീണരായി കാണുമാറുള്ളത്. ഇതെവിടെ എങ്ങനെ പറഞ്ഞു എന്നുള്ള ചോദ്യമായിട്ട് വരാൻ വേണമെങ്കിൽ നമുക്ക്. എന്നല്ല, ബലരാമൻ്റെ നിഷ്പക്ഷതാമധുരമായ ഈ വാക്കുകളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പക്ഷപാതം ചുവയ്ക്കുന്നുണ്ട്. യുദ്ധമെന്ന് വന്നാൽ അതിൻ്റെ പരിണാമം രണ്ടാലൊരു കക്ഷിയുടെ ജയവും മറുകക്ഷിയുടെ പരാജയവുമാണല്ലോ. എന്നിരിക്കെ പാണ്ഡവർക്കാണ് ജയമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും കൗരവർ നശിക്കുന്നത് കണ്ട് മിണ്ടാതിരിപ്പാൻ താൻ ആളല്ലെന്നും തുറന്നു പറഞ്ഞപ്പോൾ ജ്ഞാതികൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് ഓർത്തിട്ടല്ല, അതിൻ്റെ കൗരവപക്ഷ രൂപമായ പരിണാമം ഓർത്തിട്ടാണ്, കൗരവക്ഷയരൂപമായ പരിണാമം ഓർത്താണ് തനിക്ക് ദുഃഖമെന്ന് വെളിപ്പെടുത്തി. തനിക്ക് വിട്ടുനിൽപ്പാൻ കഴിവില്ലാത്ത കൃഷ്ണൻ മറുപക്ഷത്തല്ലായിരുന്നുവെങ്കിൽ താൻ കൗരവർക്ക് വേണ്ടി ഒരു കൈ നോക്കുമായിരുന്നു എന്നുകൂടി ഇതിൽ നിന്ന് സൂചിക്കാതിരിക്കുന്നില്ല. അതായത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, യുദ്ധത്തിൻ്റെ സർവനാശത്തെക്കുറിച്ചുള്ള വേവലാതി അല്ല അദ്ദേഹത്തെ അലട്ടുന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തെ അലട്ടുന്ന സാധനം കൗരവക്ഷയം സംഭവിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. കൃഷ്ണൻ കൗരവരുടെ പക്ഷത്തല്ലാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇത്രയും ദുഃഖിതനാകുന്നത്. അതാണ്. യാതൊന്ന് കാണുക വയ്യെന്ന് വെച്ച് ബലരാമൻ നാട് വിട്ടു പോയോ? അത് കാണാറായപ്പോഴേക്ക് അദ്ദേഹം വന്നു. ഭാരതയുദ്ധത്തിലെ അന്ത്യരംഗമായ ഭീമദുര്യോധനന്മാരുടെ ഗദായുദ്ധം തുടങ്ങുമ്പോഴേക്ക് താൻ തീർത്ഥയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി. അദ്ദേഹം ആ പ്രിയ ശിഷ്യന്മാരുടെ പോർവിരുത് നിന്ന് കണ്ടു. എന്നാൽ ഒടുക്കം ഭീമൻ വീരധർമ്മത്തിനെതിരായി ദുര്യോധനെ തുടയ്ക്കടിച്ചു വീഴ്ത്തി. അരയ്ക്ക് താഴോട്ട് ഗദ പ്രയോഗിക്കരുത് എന്നാണ് നിയമം. പക്ഷേ കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം, കൃഷ്ണൻ്റെ സൂചനപ്രകാരം ഭീമൻ തുടയിലാണ് അടിച്ചത് ദുര്യോധനെ. പോരാത്തതിന് വീണ് കിടക്കുന്ന ആ വീരൻ്റെ തലയിൽ ഇടങ്കാൽ കൊണ്ട് ചവിട്ടുകയും ചെയ്തു. അത് നമ്മൾ കണ്ടാണ് കഴിഞ്ഞ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറഞ്ഞ അധ്യായത്തിൽ. ഇത് ബലരാമന് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. അദ്ദേഹം കൈ ഉയർത്തി "ഛീ ഭീമ" എന്ന് ഘോരമായി നിലവിളിച്ചു. ക്രോധം പെരുക്കി കൃഷ്ണനോട് പറഞ്ഞു, "കൃഷ്ണ, എനിക്ക് കിടയായ ദുര്യോധനല്ല വീണത്. ആശ്രയിക്കപ്പെട്ടവൻ്റെ ദൗർബല്യം കൊണ്ടാണ് ആശ്രയിച്ചവൻ അപമാനിക്കപ്പെടുന്നത്." ഇതും പറഞ്ഞ് അദ്ദേഹം കൈ ഓങ്ങിക്കൊണ്ട് ഭീമനോടടുത്തു. തള്ളി വന്ന അദ്ദേഹത്തെ കൃഷ്ണൻ വിനയപൂർവ്വം ചെന്ന് തടിച്ചുരുണ്ട കൈകൊണ്ട് പണിപ്പെട്ട് പിടിച്ചു നിർത്തി. തങ്ങൾക്ക് പാണ്ഡവരുമായുള്ള ചാർച്ച ഓർമ്മിപ്പിച്ചും തട്ടിപ്പുകൾ പറഞ്ഞും അടക്കുവാൻ ശ്രമിച്ചു. അദ്ദേഹം എളുപ്പത്തിൽ അടങ്ങിയില്ല. ഒടുക്കം മനസ്സുമടുത്ത ഭീമന് ലോകത്തിൽ കള്ളപ്പോരാളി എന്ന പേര് വീഴും, ധർമാത്മാവായ സുയോധനൻ ശാശ്വത ഗതി നേടുകയും ചെയ്യും എന്ന് ആശ്വസിച്ച തേരിൽ കയറി ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. ഭയങ്കരമായ ദേഷ്യം വന്നു. രണ്ടുപേരും തൻ്റെ ശിഷ്യന്മാരാണ്.
രണ്ടു പേരോടുമുള്ള ബന്ധം തുല്യമാണ്. പക്ഷേ ഭീമൻ ചെയ്തത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദുര്യോധനൻ്റെ തലയിൽ വീണ് കിടക്കുന്ന ദുര്യോധനൻ്റെ തലയിൽ ചവിട്ടി ഭീമൻ. അതാണ്. ഇങ്ങനെ നിഷ്പക്ഷത ഭാവിച്ച് ഒഴിഞ്ഞൊതുങ്ങി നിന്ന ബലരാമൻ ഒടുക്കം തൻ്റെ പക്ഷപാതം കാണിച്ച് ചാടിപ്പുറപ്പെടുവാനിടയായി. പക്ഷപാതമല്ല, അനീതി കണ്ടിട്ടുള്ള അമർഷമാണ് ഇക്കണ്ടതെന്ന് പറയാം. വാസ്തവം തന്നെ. പക്ഷേ ഈ സുദീർഘമായ ഭാരതകലഹത്തിൽ അനീതി സ്പർശം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അത് താൻ അറിഞ്ഞിട്ടുണ്ടെന്ന് പണ്ട് പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് ഇദ്ദേഹം തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവയിൽ ഇതൊന്നു മാത്രമാണോ ഈ നീതിജ്ഞന് അമർഷണീയമായത്? തൻ്റെ കൺമുമ്പിൽ വെച്ച് നടന്ന ഒരു അനീതി ഈ വീരനെ പെട്ടെന്ന് ക്ഷോഭിപ്പിച്ചുവെന്നേയുള്ളൂ എന്നതും ഇവിടെ മതിയായ സമാധാനമല്ല. തനിക്ക് ആ രണ്ട് ശിഷ്യന്മാരോടുമുള്ള വാത്സല്യം തുല്യമായിരുന്നുവെങ്കിൽ, തെല്ലും ഏറ്റക്കുറവില്ലായിരുന്നുവെങ്കിൽ താൻ അവരുടെ ആ പരസ്പര ജിങ്കാംസയോട് കൂടിയ ദ്വന്ദ്വയുദ്ധത്തെ കയ്യും കെട്ടി കാണാൻ നിൽക്കുകയില്ലായിരുന്നു. സ്നേഹമുള്ള ഏത് അച്ഛനമ്മമാരാണ് സ്വന്തം മക്കൾ തമ്മിൽ യുദ്ധം വെട്ടുന്നത് സൗകൗതുകം കാണുക? അതിന്മേലെ അതിലൊരുവൻ മറ്റവനെ കലശലായി പരിക്കേൽപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്താൽ അവനെയും അതേവിധം പരിക്കേൽപ്പിക്കുവാനും കൊല്ലുവാനും ഏത് അച്ഛനമ്മമാരാണ് ഉദ്യമിക്കുക? അതുകൊണ്ട് ഈ ദ്വന്ദ്വയുദ്ധത്തിൽ ദുര്യോധനൻ ജയിച്ചേക്കാമെന്നൊരു ഗൂഢപ്രതീക്ഷ ബലരാമനുണ്ടായിരുന്നിരിക്കണം. മാരാരുടെ കാഴ്ചപ്പാടാണ് കേട്ടോ. അങ്ങനെ ബലരാമൻ വിചാരിച്ചിരുന്നിരിക്കണം. എന്തുകൊണ്ടെന്നാൽ സൗപ്തിക പർവ്വത്തിൽ അശ്വത്ഥാമാവ് പറയും പോലെ ഗതപ്പയറ്റിൽ ദുര്യോധനന് കിടയില്ല എന്ന് വെച്ച് രാമൻ എപ്പോഴും പറഞ്ഞിരുന്നു. ബലരാമൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകങ്ങളിലൊന്നാണ് ദുര്യോധനോട് കിടനിൽക്കാൻ ഗതപ്പയറ്റിൽ മറ്റൊരാളില്ല. രാജാക്കന്മാർ കൂടുന്നിടത്ത് വെച്ച് ആ കൗരവ രാജാവ് ഗതപ്പയറ്റിൽ എൻ്റെ ശിഷ്യനാണ് എന്ന് ശ്ലാഘിക്കുകയും ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ വീമ്പ് പറയും രാജാക്കന്മാരൊക്കെ കൂടുന്നിടത്ത് വെച്ച് ദുര്യോധനൻ ഗതപ്പയറ്റിൽ തൻ്റെ ശിഷ്യനാണ്. പ്രകൃതത്തിൽ ഭീമൻ യുദ്ധമുറ തെറ്റിച്ചിരുന്നില്ലെങ്കിൽ രാമൻ്റെ ആ പ്രതീക്ഷ ഫലിക്കുകയും ചെയ്തേനെ. കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഭീമൻ ദുര്യോധൻ്റെ തുടയ്ക്ക് അടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബലരാമൻ്റെ ആഗ്രഹം തന്നെ നടന്നേനെ. ദുര്യോധനൻ തന്നെ ആ ഗദായുദ്ധത്തിൽ ജയിച്ചേനെ. അതെങ്ങനെയായാലും താൻ ഈ ജ്ഞാതികലഹത്തിൽ ഇടപെടില്ലെന്നുറപ്പിച്ച ബലരാമൻ ഒടുക്കം അതിൽ ഇടപെടുക തന്നെ ചെയ്തു. ഗീതയിൽ ഭഗവാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ഈ നിഷ്പക്ഷതാദിഭാവങ്ങൾ ആ പ്രകൃതി ഗുണങ്ങളുടെ പ്രേരണ വരുന്നത് വരെ മാത്രം. എന്നിട്ട് അതിന് അനീതിയുടെ നേർക്കുള്ള ക്രോധം എന്ന പേരും. അതായത് ഇതൊക്കെ ഈ നിഷ്പക്ഷതയും അതുപോലുള്ള ഭാവങ്ങളുമൊക്കെ ഒരു പ്രത്യേക സന്ദർഭം വരെ മാത്രമേ ഉള്ളൂ. അത്യാവശ്യം വരുമ്പോൾ ഇതെല്ലാം മാറി മനുഷ്യനായി മാറും. അതാണ്. എത്ര വിരുദ്ധ പ്രകൃതികളായ രണ്ട് സഹോദരന്മാർ. സ്വധർമ്മം അനുഷ്ഠിക്കുന്ന മനുഷ്യന് ആനുഷംഗികമായ വല്ല അനീതിയും ചെയ്യുക കൂടാതെ കഴിഞ്ഞില്ലെന്ന് വരും. അത് വകവയ്ക്കാനില്ല എന്നാണ് കൃഷ്ണൻ യുദ്ധാരംഭത്തിൽ അർജുനന് ഉപദേശിച്ചത്. ആനുഷംഗികമായി ചില അനീതികൾ ചെയ്യേണ്ടി വരും, അത് ശ്രദ്ധിക്കണ്ട എന്നാണ് കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തത്. എന്നാണ് കൃഷ്ണൻ യുദ്ധാരംഭത്തിൽ അർജുനന് ഉപദേശിച്ചത്, യുദ്ധാവസരത്തിൽ സ്വയം പ്രവർത്തിച്ചു കാണിച്ചതും. ധർമ്മപ്രധാനരായ പാണ്ഡവരാണ് ഈ യുദ്ധത്തിൽ ജയിക്കേണ്ടതെന്ന് കണ്ട് അവരെ സർവാത്മനാ സഹായിക്കാൻ ഉറച്ചു പുറപ്പെട്ട അദ്ദേഹം ഇടയ്ക്കിടെ വേണ്ടി വന്നപ്പോഴൊക്കെ അവരെ അനീതി ചെയ്തു കൊള്ളുവാൻ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. ബലരാമനെ ക്ഷോഭിപ്പിച്ച ഭീമൻ്റെ ഈ അനീതി തന്നെ കൃഷ്ണൻ്റെ പ്രേരണയനുസരിച്ച് ചെയ്തതാണല്ലോ എന്ന് വേണ്ട. ഒരിക്കൽ സേനാപതിയായിരുന്ന ഭീഷ്മർ പാണ്ഡവ സൈന്യത്തെ തെരുതെരെ കൊന്നൊടുക്കുന്നത് അതും അർജുനൻ പകരം ചെയ്യുവാൻ അമാന്തിക്കുന്നതും കണ്ട് സഹിക്കാതെ ആയുധമെടുക്കില്ലെന്നതിൻ്റെ പ്രതിജ്ഞയ്ക്ക് എതിരായി താൻ സുദർശനമേന്തി ഭീഷ്മരെ കൊല്ലുവാൻ പുറപ്പെടുക പോലും ഉണ്ടായല്ലോ. ഒരു സന്ദർഭത്തിലല്ല, രണ്ട് സന്ദർഭത്തിൽ. 3-ാം ദിവസത്തെ യുദ്ധത്തിലും 9-ാം ദിവസത്തെ യുദ്ധത്തിലും കൃഷ്ണനെ അറിയാതെ തന്നെ ചക്രായുധം കയ്യിലെടുത്തു. താൻ ആയുധം എടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത കൃഷ്ണൻ നീതിയുടെ പേരിൽ കരിയേന്തി പുറപ്പെട്ട ബലരാമന് നേരെ വിപരീതം. രാമകൃഷ്ണന്മാർക്ക് തമ്മിലുള്ള ഈ സ്വഭാവ വൈരുദ്ധ്യമാവണം രാമനെ കൃഷ്ണനോടുള്ള സ്നേഹത്തിൻ്റെ അടിമയാക്കിയത്. അങ്ങനെയുമുണ്ടല്ലോ സ്നേഹത്തിനൊരു രൂപവിശേഷം. എന്നാൽ ഇതിനെ സൗഭ്രാതൃത്വത്തിൻ്റെ ഉത്തമ മാതൃകയായി ഉദാഹരിക്കാമോ എന്ന് സംശയമാണ്. അകർമ്മണ്യമായ സ്നേഹം ദൗർബല്യമാണ്, സ്നേഹിക്കപ്പെടുന്ന ആൾ ഒരു ഭാരവും. എന്ത് ഭയങ്കര ഈ ഭാരത പര്യടനത്തിലെ ഏറ്റവും ഗംഭീരമായ വാചകങ്ങളിൽ ഒന്നാണ് കേട്ടോ. അകർമ്മണ്യമായ സ്നേഹം ദൗർബല്യമാണ്,
അതായത് ഒരു പ്രവൃത്തിയും ചെയ്യാത്ത സ്നേഹം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ സ്നേഹമാണെന്ന് പറയുന്നു. അത് വെറും ദൗർബല്യം മാത്രമാണ്. സ്നേഹിക്കപ്പെടുന്ന ആൾക്ക് ഒരു ഭാരവും. ഇപ്പോൾ എന്നോടൊരാളിന് സ്നേഹമുണ്ടെങ്കിൽ അയാൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവണം. പ്രവർത്തിക്കാതിരിക്കുകയാണ് സ്നേഹമാണ് എന്ന് പറയുന്നെങ്കിൽ അത് അയാളുടെ ദൗർബല്യം മാത്രമാണ്. അത് സ്നേഹിക്കപ്പെടുന്ന എനിക്ക് ഒരു വലിയ ഭാരമായിട്ട് മാറും. അതാണ് ബലരാമൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം എന്ന് പറയുന്ന ഒരു ദൗർബല്യമാണ്, അകർമ്മണ്യതയാണ് അതിൻ്റെ അടിസ്ഥാനം. ഒന്നും പ്രവർത്തിക്കത്തില്ല. അത് നേരെ മറിച്ചാണ് കൃഷ്ണൻ്റെ സ്ഥിതി. കൃഷ്ണൻ സ്നേഹമെന്ന് പറയുന്നിടത്ത് സ്വന്തം പ്രതിജ്ഞയെപ്പോലും മറന്നിട്ട് ചക്രായുധം കയ്യിലെടുത്തു 2 തവണ ഭീഷ്മരെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അപ്പോഴേ തൻ്റെ പ്രതിജ്ഞയും അല്ലെങ്കിൽ തൻ്റെ മാനാഭിമാനങ്ങളും തൻ്റെ ധർമ്മവും മറക്കാൻ തക്കവണ്ണം അദ്ദേഹത്തിന് പാണ്ഡവപക്ഷത്തോട് സ്നേഹമുണ്ടായിരുന്നു എന്നാണ്. അത് കർമ്മണ്യതയാണ്, മറ്റത് അകർമ്മണ്യത എന്നാണ് കുട്ടിക്കൃഷ്ണന്മാരാ പറയുന്നത്. അകർമ്മണ്യമായ സ്നേഹം ദൗർബല്യമാണ്. സ്നേഹിക്കപ്പെടുന്ന ആൾക്ക് ഒരു ഭാരം. ഓർത്ത് ചൊല്ലി. ഇത് നമുക്ക് പരീക്ഷയ്ക്കല്ലാതെയും ഒക്കെ ഉപയോഗിക്കാം. ഇരിക്കട്ടെ, നമുക്ക് പ്രകൃതത്തിലേക്ക് തന്നെ മടങ്ങുക. ഈ നിലയ്ക്ക് നിഷ്പക്ഷത ഒന്ന് ലോകത്തിൽ ഉണ്ടാവില്ലെന്നുണ്ടോ? ഉണ്ടായി കൂടുകയില്ലെന്ന് ഭാരതത്തിൽ തന്നെ ഭഗവാൻ കൃഷ്ണൻ മുഖേന വ്യാസൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതയുദ്ധം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് ഗാന്ധാരി ലോകത്തിൽ നിഷ്പക്ഷത എന്നൊന്ന് ലോകത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പം നിഷ്പക്ഷത ഈ ലോകത്തില്ലേ? ഉണ്ട്. അത് വെളിപ്പെടുത്തുന്നത് ഭാരതയുദ്ധത്തിൻ്റെ അടുത്ത ദിവസമാണ്. കൃഷ്ണനിലൂടെയാണ് അത് വെളിപ്പെടുത്തുന്നത്. നിഷ്പക്ഷത എന്ത് തരത്തിലാണ് ഒരാളിൻ്റെ നിഷ്പക്ഷത ഇരിക്കേണ്ടതെന്ന്. ഗാന്ധാരി മുതലായ ഭാരത സ്ത്രീകളെല്ലാം കൂടി യുദ്ധക്കളത്തിലേക്ക് ചെന്നു. ഗാന്ധാരി വിലാപം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ കണ്ടിയിലെയോ നീ മുകുന്ദ, ധരണിയിലുണ്ടായ മന്നരിൽ മുമ്പൻ ഭഗദത്തൻ എന്നൊക്കെ പറയുന്ന ഭാഗം. കൊല്ലിക്കത്രേ നിനക്ക് രസമടോ എന്ന് കൃഷ്ണനെ ഗാന്ധാരി ശപിക്കുന്ന ആ ഭാഗം. ആ മാന്യ സ്ത്രീകൾ അവിടെയും ഇവിടെയും ശതവിക്ഷതാങ്കരായി മരിച്ചു കിടക്കുന്ന പ്രിയജനങ്ങളുടെ ദേഹങ്ങൾ തേടിപ്പാഞ്ഞടുത്ത് കാണിച്ചും പറഞ്ഞും കരഞ്ഞതുമെല്ലാം ഊഹ്യമാണ്. ചൊല്ലഴും അർജുനൻ തൻ്റെ തിരുമകൻ വല്ലഭ നിൻ്റെ മരുമകൻ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിമന്യു വീണ് കിടക്കുന്ന ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിലപിക്കുന്നുണ്ട്. ആ ഭാഗമാണ്. കരുണാവസ്ഥകൾ കണ്ടും കേട്ടും പൊറുക്കാതെ ഒടുക്കം ഗാന്ധാരി ദേവി പുത്രശോകാർത്തിയായി ക്രോധം മുഴുത്ത് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, എല്ലാ കഴിവും തികഞ്ഞ നിനക്ക് വേണമെങ്കിൽ ഈ നാശം കൂടാതെ കഴിക്കാമായിരുന്നു. നീ കരുതിക്കൂട്ടി അത് ചെയ്തില്ല. അതിൻ്റെ ഫലം നീ അനുഭവിക്കണം. ഞാൻ ഭർത്തൃശുശ്രൂഷ ചെയ്ത് നേടിയ അല്പം തപസ്സുണ്ട്. അലംഘ്യമായ അതുകൊണ്ട് ചക്രഗദാധാരിയായ നിന്നെ ഞാൻ ശപിക്കുന്നു. വരുന്ന 36-ാം കൊല്ലം നീയും നിൻ്റെ സ്വന്തം കൂട്ടുകാരെയും ബന്ധുക്കളെയും മക്കളെയും എല്ലാം കൊല്ലിച്ച് നാട്ടിൽ നിന്ന് പോയി കാട്ടിൽ അനാഥനായി അജ്ഞാതനായി അലഞ്ഞു നടന്ന് കുൽസിതമായ രീതിയിൽ കൊല്ലപ്പെട്ടു പോകട്ടെ. നിൻ്റെ സ്ത്രീകളും ഈ ഭാരത സ്ത്രീകളെ പോലെ മക്കളും ബന്ധുക്കളും എല്ലാം ചത്തൊടുങ്ങി തീണ്ടാടി പോകട്ടെ. ഈ ഘോരമായ ശാപം കേട്ട് മഹാമനസ്സായ കൃഷ്ണൻ ഒരു ചെറു പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, അതങ്ങനെയാവുമെന്ന് എനിക്കറിയാം. ക്ഷത്രിയെ, ഭവതി മേഞ്ഞെടുത്ത് തന്നെയാണ് മേയുന്നത്. നേരത്തെ തന്നെ കൃഷ്ണന് യാദവ വംശത്തിന് തന്നെ ശാപം കിട്ടിയിട്ടുണ്ട്. അതാണ് കൃഷ്ണൻ പറയുന്നത്. നേരത്തെ കിട്ടിയൊരു ശാപത്തിന് മേലാണ് വീണ്ടും നീ ശപിക്കുന്നത്. മേഞ്ഞെടുത്ത് തന്നെയാണ് മേയുന്നത്. ദൈവവശാൽ വൃഷ്ണികളും നശിക്കുമെന്നതിൽ സംശയമില്ല. ഭദ്രേ, യാദവ കൂട്ടത്തെ സംഹരിപ്പാനും ഞാനല്ലാതെ മറ്റാരുമില്ല. ദേവന്മാർക്ക് കൂടി അവധ്യരായവർ പരസ്പരം കൊന്നൊടുക്കിക്കൊള്ളും. കൃഷ്ണൻ ഇത് പറഞ്ഞപ്പോൾ പാണ്ഡവർ ഞെട്ടി വല്ലാതെ നടുങ്ങിപ്പോയി. അവർ ജീവിതത്തിൽ നിരാശരായി. നേരത്തെ സപ്തർഷിമാരി ചെന്നപ്പോൾ ഒരു യാദവൻ വയറ്റത്ത് വെച്ച് കെട്ടിക്കൊണ്ട് ഈ ഗർഭിണി യാദവ കുമാരനായിരുന്നു. എന്നിട്ട് അവർ സപ്തർഷിമാരെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഈ കുമാരി ഇവളെപ്പോഴാണ് പ്രസവിക്കുക എന്ന് ചോദിച്ചു. സപ്തർഷിമാർക്ക് ദേഷ്യം വന്നു. അവർക്ക് മനസ്സിലായി ഇത് കളിപ്പീരാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് പ്രസവിക്കുന്ന ഒരു ഇരുമ്പുലക്കയായിരിക്കും, മുസലമായിരിക്കും. ആ മുസലമാണ് നിങ്ങളുടെ വംശനാശത്തിന് കാരണമാകുന്നതെന്ന്. അപ്പോൾ അവർക്ക് ചിരി വന്നു. കാരണം ഈ ചെക്കൻ്റെ വയറ്റിൽ വെച്ച് കെട്ടിക്കൊണ്ടാണല്ലോ അവർ ഗർഭിണിയാണെന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ എന്ത് ചെയ്തു? അവൻ പ്രസവിച്ചു ഒരു ഇരുമ്പുലക്കയെ പ്രസവിച്ചു. അതിനെ അവർ കൊണ്ടുപോയി ഇടിച്ച് പൊടിച്ച് കൊണ്ടുവന്ന് ഒഴുക്കി. ആ ഒഴുക്കി കഴിഞ്ഞ സാധനം ഏരകപ്പുല്ലുകളായിട്ട് വീണ്ടും കിളിർത്ത് വന്നിട്ട് ആ ഏരകപ്പുല്ല് പറിച്ച് പരസ്പരം അടിച്ചിട്ടാണ് യാദവകുലം ഒടിഞ്ഞത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്.
ഇതാണ് നിഷ്പക്ഷത. കൃഷ്ണൻ കാണിച്ചതാണ് നിഷ്പക്ഷത. അതായത് ഗാന്ധാരി ശാപം ഏറ്റിട്ടും തനിക്ക് സംഭവിക്കാൻ പോകുന്ന കൊടിയ ദുരിതം മനസ്സിലാക്കിയിട്ടും ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഇരുന്ന കൃഷ്ണൻ്റെ ഒരു സ്വഭാവമുണ്ടല്ലോ, അതാണ് ശരിക്കും നിഷ്പക്ഷത എന്ന് പറയുന്നത്. അതാണ് ശരിക്കും വേറെ എങ്ങും കാണാത്ത വിധത്തിലുള്ള നിഷ്പക്ഷത. വിചാരിച്ചാൽ കൂടി നടുക്കമുണ്ടാക്കുന്ന നിഷ്പക്ഷത. സ്വന്തം പുത്രധാരാദികളുടെ മേൽ ഇടുത്തി പോലെ വീണ ആ ശാപം കേട്ടിട്ടും തനിക്ക് ഒരു കുലുക്കവുമില്ല. അറിയാവുന്ന അനിഷ്ടവും പറഞ്ഞു കേൾക്കുമ്പോൾ നടുങ്ങുന്നവരാണല്ലോ മനുഷ്യർ. നമുക്കറിയാം ഒരു അനിഷ്ടം നമുക്ക് വയ്യെന്നോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നെന്നോ ഒക്കെ നമുക്കറിയാം. അറിയുന്നത് ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ കൃഷ്ണൻ അങ്ങനെ അല്ല അവിടെ ചെയ്തത്. അതാണ് ആ നിഷ്പക്ഷത എന്ന് പറയുന്നത്. എന്നല്ല, അന്യഥാ തീർച്ചപ്പെട്ട യാദവനാശത്തിന് വേണ്ടി സ്വതപോവ്യയം ചെയ്ത ആ സാധു സ്ത്രീയുടെ പാഴ്വേലയോർത്ത് പുഞ്ചിരിക്കൊള്ളാൻ കൂടി തനിക്ക് സാധിച്ചു. ആ ക്ഷത്രിയ മേഞ്ഞെടുത്ത് തന്നെയാണല്ലോ മേയുന്നത്. അതുവരെ തികച്ചും പക്ഷപാതിയായി ചിത്രീകരിക്കപ്പെട്ടു വന്ന കൃഷ്ണനിൽ തന്നെയാണ് വ്യാസൻ ഈ കഠിനമായ നിഷ്പക്ഷതയ്ക്കിരിപ്പാൻ സ്ഥലം കണ്ടെത്തിയതെന്ന് ഇവിടെ വിശേഷിച്ചും ശ്രദ്ധേയമത്രേ. ഈ ക്രൂരശാപമെങ്ങാനും നിഷ്പക്ഷമന്യനായ ബലരാമൻ്റെ മുന്നിൽ വെച്ചാണ് ഉണ്ടായതെങ്കിൽ അദ്ദേഹം എന്താകുമായിരുന്നു എന്ന് ആർക്കും ഭാവന ചെയ്യാം. ഇതാണ് ശരിക്കുമുള്ള നിഷ്പക്ഷത എന്ന് പറയുന്നത്. സ്വന്തം ജീവനും സ്വന്തം കുലത്തിനും ആപത്ത് സംഭവിക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും എത്ര നിഷ്പക്ഷനായിട്ടാണ് കൃഷ്ണൻ നിന്നത്. അദ്ദേഹത്തിന് ഒരു ചെറുപുഞ്ചിരിയോട് കൂടിയാണ് ഗാന്ധാരിയുടെ ശാപം അദ്ദേഹം ഏറ്റെടുത്തത്. അതാണ് ശരിക്കും നിഷ്പക്ഷത എന്ന് പറയുന്നത്. സ്വന്തം പക്ഷത്ത് നിൽക്കാതെ, സ്വന്തം താല്പര്യത്തിന് നിൽക്കാതെ, ആ താല്പര്യങ്ങളെയെല്ലാം ലോകത്ത് സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ തൻ്റെ കുലത്തിന് സംഭവിക്കാൻ പോകുന്ന ആപത്തിനെക്കുറിച്ച് വളരെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുകയും അതിനെ നർമ്മമമായി നോക്കിക്കാണുകയും ചെയ്യാൻ കൃഷ്ണന് മാത്രമേ സാധിക്കൂ എന്നാണ് പറയുന്നത്. ആ സാധു സ്ത്രീയുടെ പാഴ്വേലയോർത്ത് പുഞ്ചിരിക്കൊള്ളാൻ കൂടി തനിക്ക് സാധിച്ചു. ആ ക്ഷത്രിയ മേഞ്ഞെടുത്ത് തന്നെയാണല്ലോ മേയുന്നത്. അപ്പോൾ ഇതാണ് നിഷ്പക്ഷനായ ബലരാമൻ്റെ നിഷ്പക്ഷത അകർമ്മണ്യതയാണ് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സെൻറ്റൻസ് എന്തായിരുന്നു? അകർമ്മണ്യമായ സ്നേഹം ദൗർബല്യമാണ്, സ്നേഹിക്കപ്പെടുന്ന ആൾക്കൊരു ഭാരവും. അകർമ്മണ്യമായ സ്നേഹം ദൗർബല്യമാണ്, സ്നേഹിക്കപ്പെടുന്ന ആൾക്ക് ഒരു ഭാരവും. ഓക്കെ, അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് അർജുന വിഷാദയോഗം. ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള പാഠമാണ്. അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ.